അപ്പോൾ ഇതാണ് കുൽധാര വില്ലേജ്. നല്ല സ്മെല്ലുണ്ട്. എന്താ ഇതോ ഇത് കയറാൻ പറ്റുമോ? കുളിച്ചിട്ടില്ലല്ലേ? ഇത് അമ്പലാണ്. രാജസ്ഥാനിൽ ഒരിക്കലും സിമെന്റ് വെക്കില്ല. സോ ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ അബാൻഡൻ വില്ലേജ് ആണ്. ഇതാണ് ഗോസ്റ്റ് വില്ലേജ്, അബാൻഡൻ വില്ലേജ് എന്ന് പറയുന്നത്. ഇത് ഫുള്ള് പൊട്ടിപ്പൊളി. ഞങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തറിയാം, ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടുത്തെ വില്ലേജും ആൾക്കാരും ഒക്കെ അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അതാണ് ഇങ്ങനെ ഗോസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത്. എൻ്റെ ബാക്കിൽ വന്നതാണിത്. അപ്പോൾ ആസ് യൂഷ്വൽ കളറ് മണ്ണ് കളറ് ആണ്. ആരും ഇല്ലാത്തൊരു ഏരിയ, ആരും ഇല്ലാത്തൊരു വില്ലേജ് എന്നാണ് ഉദ്ദേശിച്ചത്. കാണാൻ മാത്രം പ്രേതം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വ്യൂസ്. കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ നമുക്കിങ്ങനെ ഹോണ്ടഡ് വില്ലേജ് കണ്ടു എന്നുള്ളൊരിതുണ്ട്. എങ്ങനെയാന്നൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആ എന്താണ് അമ്പലം, നമ്മൾ നേരത്തെ കണ്ട അമ്പലം അല്ല. ഈ പൊളിഞ്ഞു കിടക്കണ കുറേ സ്ഥലങ്ങളാണ്. To folklore, Kuldhara was a natural village of the Malayan Brahmins in the region of Valley. They built 84 villages around Kuldhara. But at abandoned land was to various causes. He is a powerful minister of Jesus. ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീ ഗണേശ. അപ്പോൾ നമ്മുടെ ആർക്കിയോളജിസ്റ്റ് സായി കൃഷ്ണനെ നമ്മൾ കണ്ടിരിക്കുന്നു. അല്ലേ ഇതൊന്നും അറിയില്ലേ? ഫോസിൽ കാണുന്നില്ലേ? ഇല്ലേ ആണോ ഫോസിലുകൾ? ആണോ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലാതെ. ഞാൻ ഹിസ്റ്ററി ഒന്നും കൂടി പോയി പഠിക്കണം. ഞാൻ ഹിസ്റ്ററി 10ാം ക്ലാസ്സിൽ നിന്ന് കിട്ടാണ്. കല്ലിന്റെ ഇടയിലൊക്കെ ഈ ചിപ്പി ഇത് ഇതൊക്കെ പിന്നെ അന്നുണ്ടായിരുന്ന വീടിന്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ്. ഇത് വലിയ മാറ്റമൊന്നുമില്ല.
അതാണ് ഈ കല്ലൊക്കെ ഉണ്ടോ, ഈ കല്ലൊക്കെ ഇങ്ങനത്തെ കല്ലുകൾ എന്താ പറയുക എനിക്ക്, ഇങ്ങനത്തെ കല്ലുകൾ ഈ കല്ലിന്റെ ഇടയിൽ കണ്ടോ, ഈ കൊത്തക്കല്ലല്ല, ഇങ്ങനത്തെ കല്ലില്ല, ഈ വലിയ കല്ലില്ലേ, ഈ വലിയ കല്ലുകൾക്ക് ഇടയിലൊന്നും എന്തില്ല, സിമെന്റ് ഇല്ല. അപ്പൊ അതിന് വരെ സിമെന്റ് ഇല്ലടോ പറയുമ്പോ സിമെന്റ് വരെ എന്ത് ചെയ്യുന്ന ചളി ഉണ്ടോ, മണ്ണ് ഇങ്ങനെ മണ്ണ് വെക്കും. ഇത് മൺവീടാവും, മൺവീട്ടിലല്ലേ പിന്നെ മണ്ണ് ഇണ്ടാവുക. എന്താ ഇത് കല്ല് വീടാണ്. ഈ കല്ലിനെ നിർത്താൻ വേണ്ടിട്ട് ഇവര് ഇതിനിടയിൽ എന്ത് വെക്കും, ചളി വെക്കും, പശ മാതിരി ചളി വെക്കും. ഈ ചളിയും മണ്ണും കൂടി നിക്കാത്ത സ്ഥലങ്ങളിൽ ഇതേപോലെ കല്ല് വെക്കും. അത് കോമൺ ലോജിക്ക്, അത് എല്ലാവർക്കും അറിയുന്ന സാധന. നല്ല രാത്രി ഞാൻ ചെയ്തില്ലേ, ഹിന്ദിക്കാരനോട് വല്ലതും ഒന്നും പറഞ്ഞല്ലോ പാവം. ഇത് എന്തൊക്കെയോ ഇവിടുത്തെ ആർക്കിയോളജിസ്റ്റ് സായി കൃഷ്ണൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോ പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് സായി കൃഷ്ണൻ അപ്പൊ ഇവിടെ കാട്ടിന്റെ ഉള്ളിലൊക്കെ വന്ന് ഞങ്ങള് ഫോട്ടോ എടുക്കേണ്ടി വന്നാണ്. ആർക്കിടെക്ട് ഞാൻ വീടിന്റെ ഇത് പറഞ്ഞുതരാം. വേണ്ട, ഇത് വീടിന്റെ അടുക്കള. ഞങ്ങളിവിടെ കുൽദാര വില്ലേജ് ഒക്കെ കണ്ടു. ഇവിടെ നമുക്കിവിടെ കാണാം ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണ്. ഇടയിൽ കല്ലൊക്കെ ഉണ്ട്, അല്ല സോറി, ഇടയിൽ ചുവന്ന കളറിലെ കല്ലുണ്ട്. പിന്നെ കുറേ അവശിഷ്ടങ്ങളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പണ്ട് ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു വില്ലേജ് ആയിരിക്കും ചിലപ്പോൾ, കുൽദാര വില്ലേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒറ്റ രാത്രി കൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. പ്രേതത്തിൻ്റെ കഥയൊക്കെ സത്യമാണോ എന്നറിയില്ല, അതോ യുദ്ധത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും ഉണ്ടായതാണോ എന്നും അറിയില്ല. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കാണാൻ. എന്തായാലും ഒന്ന് പഴയ ടൈപ്പ് ഒരു വില്ലേജ് ആണല്ലോ, അപ്പോൾ രസമുണ്ട് കാണാൻ. എന്തായാലും ആവും. അതായത് മൊത്തം വെള്ളത്തിന്റെ അടിയിലാണ്, എന്നിട്ട് പിന്നെ മരുഭൂമി ആയതാ. അങ്ങനെയുള്ള മരുഭൂമി, മരുഭൂമിയിൽ അങ്ങനെയാണല്ലോ. ആർക്കിയോളജിസ്റ്റുകൾക്കൊക്കെ നല്ല ചാകരമുള്ള സ്ഥലമാണ്. ശംഖ്, ഈ കല്ലുതാ, ഇത് മാർബിൾഡ് ആണോ? അല്ലല്ല, അങ്ങനെയൊക്കെ ആവും കേട്ടോ, ആയിരിക്കണല്ലോ അല്ലേ. അതൊന്നുമല്ല, അത് കറ. ഞങ്ങള് അപ്പോൾ പോണ വഴിക്കാണ് ജയ്സൽമേർ വാർ മ്യൂസിയം കണ്ടത്. അപ്പോൾ ഇവിടെ അകത്ത് കയറുണ്ടാവില്ല, പുറത്തുനിന്ന് മാത്രം ഒന്ന് ജസ്റ്റ് കാണാൻ വിചാരിച്ചു. വാറിലുള്ള മ്യൂസിയം ഉള്ള ഏരിയ ആണിത്. ഇവിടെ അത് മാത്രമല്ല കേട്ടോ, ഇന്ത്യൻ ആർമി ഹോള്, കുറച്ച് വണ്ടി. ഇതാണ് എൻട്രൻസ്. പോണ വഴിക്ക് ഈന്തപ്പഴം കണ്ടു. ഇത് വാങ്ങണം എന്ന് പറഞ്ഞതാ. രാജസ്ഥാൻ മരുഭൂമിയിലെ ഈന്തപ്പഴങ്ങളാണ് എടുക്കുന്നത്. എനിക്ക് ഈന്തപ്പഴത്തിന് തോട്ടം ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പോണ വഴിക്ക് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയാണ്. ഹോട്ടൽ ശക്തി പാലസ് ഇപ്പോഴേ കഴിക്കുകയാണ്. 1 മണിയായി. കാരണം ഇനി പോകുമ്പോൾ ചിലപ്പോൾ നല്ലതൊന്നും കിട്ടില്ല. ശരിക്കും ഞങ്ങൾക്ക് എപ്പോഴും പാളാറുണ്ട്. പിന്നെ കഴിക്കാം വെച്ചിട്ട് ഇങ്ങനെ നല്ല നീണ്ടു പോകും. പിന്നെ അവസാനം നല്ലതൊന്നും കിട്ടൂല, വയറിൽ ഗ്യാസും കയറും ചെയ്യും. നോക്കാം. ഫുഡ് പനീർ പക്കോട, പാലക് പനീർ, ദാൽ മഖാനി. ദാൽ മഖാനി എപ്പോഴും ഒരു ബക്കറ്റിലാണ് വരിക. ഞാൻ ഇവിടെ നോക്കിപ്പോയി, ഇവിടെ വന്നിട്ട് ഞങ്ങള് വെജാണോ നോൺ വെജ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഡൽഹിക്കാണ് പോണത്. എന്നാൽ രാത്രി ഒരു 12-1 മണിയാവുമെന്നാണ് തോന്നുന്നത് ഡൽഹി എത്താൻ. ഫുഡ് നന്നായിരുന്നു. പാലക് പനീറൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഡൽഹിയിലെത്തിയിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഡൽഹിയിലെത്തി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, ഡൽഹിയിലെ ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർ രാജസ്ഥാൻ. ഗുഡ് മോർണിംഗ് എവരി വൺ. ഞങ്ങൾ അപ്പോൾ രാജസ്ഥാനിൽ നിന്ന് ഡൽഹി എത്തി. രാവിലെ 4 മണിക്ക് എണീച്ചത്. 9 മണിക്ക് അലാറം വെച്ചു. അപ്പോൾ 9:30ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യുന്നപ്പോൾ ഞങ്ങൾ വേഗം വന്നു. അപ്പോൾ നോക്കാം, ഇതാണ് ഫുഡ്. നോക്കട്ടെ.
സായിൻ്റെ ഫുഡാണ് ബ്രെഡ് ആൻഡ് ബട്ടർ ജാം ഫ്രൂട്ട്സ്. ഞാൻ കാപ്പി കുടിച്ചതിൻ്റെ എഫക്റ്റ് ആണത്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അല്ലേ? അടിപൊളിയായിരുന്നു. റൊട്ടി തന്നെ ആയിരുന്നു, പക്ഷെ കഴിച്ചു. നീ ഡൽഹിയിലൊന്ന് കറങ്ങണം, ഷോപ്പിംഗ്. കോപ്പി റേറ്റ് അടിക്കണോ പാട്ടൊക്കെ പാടിയത്? ഞങ്ങളെ റൂമിലേക്ക് പോവാണ്. 1007 അല്ലേ? ഇതാണ് അവിടെ അല്ലേ? ഇതാണ് 007 അല്ലേ? അപ്പൊ ഇന്ന് രാവിലെ എന്തൊരു ബഹളമായിരുന്നു അറിയോ? ഈ ആൾക്കാർ ചുറ്റും എന്തൊരു ഒച്ചയും ബഹളോ. ഉറങ്ങാനും സമ്മതിക്കില്ല. ഇനി റൂം കാണണ്ട, വൃത്തിയായി കിടക്കുന്നു. ഞങ്ങളങ്ങനെ ഒരുങ്ങി ഡൽഹിയിൽ കറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെയാണ് സ്റ്റേ ഉണ്ടായിരുന്നത്. ഇതാണ് ഹോട്ടൽ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സായി എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. നോക്കട്ടെ വാങ്ങിത്തരുമോ എന്നുള്ളത്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. എന്താ പേര്? ഹോട്ടൽ ആർച്ച്. 2 പെട്ടിയുണ്ട്. 2 പെട്ടിയിൽ വെയിറ്റ് നോക്കിയപ്പോൾ ഇതിന് 16.5 ഇതിന് 8 ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇതിക്ക് മാറ്റണം, അല്ലെങ്കിൽ ഫ്ലൈറ്റുകാർ ഞങ്ങളുടെ നിന്ന് കത്തി വാങ്ങും. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ പാഴ്സൽ ചെയ്യാണ്. ഇത് അവിടെ വേറെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ കുറ്റം പറയാണ് എന്തായാലും. ഇതാണ് ട്രംപ് നിന്ന ഹോട്ടൽ. ITC മൗര്യ, ITC ഹോട്ടൽ. ഡൽഹി പോയിട്ട് എന്നിട്ട് എനിക്ക് പറ്റിയ പൊട്ടത്തരം പറയും. ഞാൻ ബോംബെ പോയിട്ട് ഗേറ്റ് വേയിന്റെ എന്നിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞു ഇന്ത്യ 800 ഉണ്ട്. എന്നിട്ട് അമ്മളിക്ക് പറ്റിയിട്ടുണ്ടാവും. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഗേറ്റ് നമ്മൾ മാറി. അങ്ങനെ കടകളും ഞങ്ങളങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ സരോജിനി മാർക്കറ്റ് പോണതിന് മുന്നേ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇന്ത്യ ഗേറ്റ് ഒന്ന് കാണാമെന്ന്. ഏതായാലും വന്നതല്ലേ എന്ന്. അപ്പോൾ നോക്കട്ടെ, നല്ല വൈബുണ്ട് ഇവിടെ. ഫുൾ മാർക്കറ്റാണ്, ഷോപ്പിംഗ് ഉണ്ട്, നല്ല തണുപ്പുണ്ട്. ഓവർ തണുപ്പില്ല, ഈ സമയമായതുകൊണ്ട് നവംബർ ആയതുകൊണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഞങ്ങൾ ഈ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോണത്. അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടാണ് നമ്മൾ ഇന്ത്യ ഗേറ്റിന് അങ്ങോട്ട് പോകേണ്ടത് പറഞ്ഞു. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, പഴയ ഫോട്ടോസ്. ഇരുട്ടാണ്, അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ. ഇന്ത്യ ഗേറ്റ് കാണാൻ പോലെ. അപ്പോൾ ഇന്ത്യ ഗേറ്റ് നമുക്ക് ഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് മുംബൈയിലുള്ളത്. എനിക്കൊരു അമ്മളി പറ്റിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കുന്നു. എന്തായാലും ഡൽഹിയിലൊക്കെ ഞങ്ങളെന്തായാലും ഡൽഹിയിൽ ഒരു വർഷം വരും. ഒരു വർഷം എന്തായാലും ഡൽഹി ട്രിപ്പ് മാത്രമായിട്ട് വരും. അടിപൊളി. നോർമലാണ്, ഒരു പ്രശ്നമില്ല. ബ്രീതിങ് പ്രോബ്ലം പ്രശ്നം ഞങ്ങൾക്ക് ഇല്ല. കാണുമ്പോൾ നമുക്ക് ആകെ അപ്പൊ ഇതാണ് ഇന്ത്യ ഗേറ്റ്. നമുക്ക് അങ്ങോട്ട് പോവാ. ഞാൻ ഹിസ്റ്ററി അധികം എനിക്ക് ഓർമ്മയില്ല. പഠിച്ചിട്ടുണ്ടാവും. ഇത് ഇന്ത്യ ഗേറ്റിന്റെ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു ഫൗണ്ടെയിൻ പോലെ. അപ്പുറത്തുകൊണ്ട് വാട്ടർ ഫൗണ്ടെയിൻ. പിന്നെ ഇവിടെയൊക്കെ പച്ചപ്പ് നിറഞ്ഞ നല്ല പ്ലേസ്. അവിടെ നിറച്ച് ഫൗണ്ടെയിൻ ആണ്. അവിടെ ഫുള്ളി ചുറ്റും
അവിടെ ഒരു ആർമിക്കാരൻ നിൽക്കുന്നുണ്ട് തോക്കും പിടിച്ചിട്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണുന്നത് ഇങ്ങനത്തെ മോണ്യുമെന്റ്. പിന്നെ ഇവിടെ കുറേ ആൾക്കാരെ പേര് എഴുതിയിട്ടുണ്ട്, മരിച്ച ആൾക്കാരുടെ. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറേ ആൾക്കാർ പേരുണ്ടല്ലോ. ഭയങ്കര ഒരു ഗൂസ് ബംസ് മൊമെന്റ് തന്നെയാണ് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കല്ലിൽ ഓരോ കല്ലിലും പേരുകളുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ത്രോ ത്രഷ് ഗെറ്റ് ക്യാഷ്. ഓക്കെ, രാഷ്ട്രപതി ഭവൻ. പിന്നെ ഡൽഹിയിൽ വന്നപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പാർട്ടീൻ്റെ കൊടിയും പ്രശ്നങ്ങളും പരിപാടികളും അങ്ങനെ. പഴയ പാർലമെന്റ്, പുതിയ പാർലമെന്റ് പഴയ പാർലമെന്റ് നമുക്ക് കാണാൻ പറ്റും. പുതിയ പുതിയ പാർലമെന്റ് ഇത് പഴയത്, ഇപ്പഴത്തെ പഴയതല്ലേ. ഇത് പുതിയ രാഷ്ട്രപതി ഭവൻ. ഇത് പുതിയ രാഷ്ട്രപതി ഭവൻ. ഇത് പുത്തൻ പുതിയ രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ. ഇത് രാഷ്ട്രപതി ഭവൻ. പഴയ പാർലമെന്റ്, ഇത് പുതിയ പാർലമെന്റ്. ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല. പിന്നെയും അപ്പുറത്ത് എന്തോ പണ്ടത്തെ രാജസ്ഥാനിൽ കൊണ്ടുവന്ന കല്ലുകൾ കൊണ്ടുണ്ടാക്കി ആവശ്യമില്ല. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ന്യൂഡൽഹിയിലെ ഷൂട്ടിംഗ് നടന്നത്. മറ്റേ ഇന്ദ്രപ്രസ്ഥം, ഇന്ദ്രോസ് എല്ലാം ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ ഇതാണ് അന്തസ്സാ. സിംഹത്തിന്റെ സിംഹത്തിന്റെ തല അല്ലേ? അതിനകത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിംഹം ഗർജിക്കുന്ന സിംഹം സാധനം സെറ്റാണ്. അത് പുതിയ രാഷ്ട്രപതി ഭവനല്ല, പഴയത്. അത് പഴയത്. അല്ല, ഇത് പുതിയത്. സിംഹത്തിന്റെ പുതിയത്, സിംഹത്തിന്റെ പുതിയത്. ഇത് പഴയത്. ദിസ് ഈസ് പുതിയത്. ദിസ് ഈസ് പുതിയത്. ദിസ് ഈസ് ഓൾഡ്. ഓക്കെ, മറ്റേത് രാഷ്ട്രപതി ഭവനം. അതെ, നമ്മൾ സരോജിനി നഗർ മാർക്കറ്റിലേക്ക് പോവാണ്. എൻട്രൻസ് ആണിത്, സരോജിനി നഗർ മാർക്കറ്റ്. എന്റെ ഡ്രീം ആണ്. അല്ല, തിരിച്ചു പോണ്ട. ഞങ്ങളെങ്ങനെ സരോജിനി മാർക്കറ്റ് വന്നിരിക്കുന്നു. സരോജിനി നഗർ മാർക്കറ്റ് ചീപ്പ് റേറ്റ്സിന് എല്ലാ സാധനം കിട്ടുന്ന അറിഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഷോപ്പൊക്കെ കാണിച്ചു തരാം. ഇതാണ് സരോജിനി മാർക്കറ്റ്. ഇവിടെ കയറുമ്പോൾ തന്നെ അറിയാം, ഇവിടെ തിരക്കോട് തിരക്കാണ്. ഞങ്ങൾ സരോജിനി മാർക്കറ്റിൽ നിന്ന് 2-3 ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. വേറൊരു ദിവസം ഞങ്ങൾ എന്തായാലും എല്ലാവരും കൂടി വരും. അപ്പോഴാണ് ഞങ്ങൾ ഒരു സാധനം കണ്ടെത്തുക, കേരള ഹൗസ്. കേരള ഹൗസ് ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഇവിടെ. ആസാം ഹൗസ്. കേരള ഹൗസിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അല്ലേ? കേരള ഹൗസിനകത്തുള്ള സ്മൃതി എന്തോ സംഗതി, 3 മണി വരെ ഉള്ളൂ. ഇപ്പോൾ 2:30 ആയി ഓൾറെഡി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണിത്. അപ്പോൾ ഇതാണ് ഇവിടെ ഫുള്ള് ഫുഡ് ഏരിയ ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കഴിക്കാൻ പോണത് ഇച്ചിബൻ ചൈനീസ് ജാപ്പനീസ് തായ് ഫുഡ് പറഞ്ഞ സ്ഥലത്താണ്, ഷോപ്പിലാണ്. പിന്നെ അവിടെ എന്തൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോള് വന്നിട്ടുണ്ട്. എന്ത് ചിക്കനാണ് പറഞ്ഞത്? ചിക്കൻ ഫ്രൈഡ് റൈസ്, ക്രീമി. അത് ക്രീമി ചിക്കൻ. യാ, ഹിയർ ബോത്ത് ഫിഷ്. ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനും, ഗാർലിക് ചീസ് ചിക്കൻ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. സുഷി, ചൈനീസ് ജാപ്പനീസ് തായ് ഫുഡായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഫ്ലൈറ്റിന് അങ്ങോട്ട് പോട്ടെ, എയർപോർട്ടിലേക്ക്. 5 മണിക്കെങ്കിലും എത്തണം. അപ്പോൾ ഇപ്പോൾ ഒരു 3:30 4 മണി ആവണ്ടായി. എന്നിട്ട് വേണം
7 മണിക്കാണ് ഫ്ലൈറ്റ്, 10 മണിക്ക് എത്തും. ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സായിനെ കാണാനില്ല. നോക്കിയപ്പോൾ ഉണ്ട്, ഒരു സാധനം വാങ്ങാൻ പോയിരിക്കുന്നു. നോക്കട്ടെ, കാണിച്ചു തരാം. നോടെ ബിയർ വാങ്ങാൻ പോയതായിരുന്നു. ആ അതെ അതെ, ബിയർ അടിക്കുക. അടിപൊളി അടിപൊളി. 2265. അപ്പോൾ ഇത് ഫുള്ള് എംബസി ഏരിയ ആണ്. ചൈന എംബസി, ചൈനീസ് എംബസി ഇവിടെ ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് ചൈന. ഈ 196 രാജ്യങ്ങളുടെ എംബസി ഉണ്ടാവും അവിടെ. നമുക്ക് എവിടെയൊക്കെ അമ്പലത്തിന്റെ ആൾക്കൊക്കെ ഇവിടെ സ്ഥലം കൊടുക്കും. B2B അല്ലേ പരിപാടി? ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ. ഓ അവിടെ. ഇവിടെ നമുക്ക് പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കാം അല്ലേ? ശാന്തിപാത്. ഞങ്ങൾ നേരെ ടാറ്റ ബൈ പറയാനുള്ള സമയമായി. വീണ്ടും ഹം ലോഗ് വാപ്പസ് ആയേക്കാം ഡൽഹി. സന്ധിക്കും വരേക്കും. ഇനി നിങ്ങളെ വ്ളോഗ് ചെയ്ത് ഞാൻ വർപ്പിക്കുന്നതല്ല. ഞാൻ എൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പ്രതികരിക്കുന്ന ചേട്ടനായിട്ട് വീണ്ടും വരുന്നതാണ്. ഞാൻ നിങ്ങളുടെ സ്വഭാവം. ഹലോ, ഞങ്ങളെ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. ഡൽഹിയിലെ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു, ഫ്ലൈറ്റ് കയറാൻ പോവാണ്. നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ യാത്രയാണ്. അങ്ങനെയല്ല, ഫ്ലൈറ്റ് യാത്ര ഇനിയും തുടർന്ന് കൊണ്ടുപോട്ടല്ലേ യാത്രകൾ. അപ്പോൾ ഇനി കോഴിക്കോട്, ഇനി അത് കഴിഞ്ഞു. അഭിലാഷ് കോഴിക്കോട് വെയിറ്റിംഗ് ആണ്. സ്നേഹന്റെ ബർത്ത്ഡേ ട്രീറ്റ്. അതെ, അവരിങ്ങളെല്ലാവരും വിളിക്കായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് PT ഉഷേനെ ഉണ്ട് കേട്ടോ. ആളുണ്ടോ നോക്കട്ടെ കേട്ടോ, വണ്ടിയിൽ നോക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങളെ യാത്ര കാലിക്കറ്റ്. അപ്പോൾ 10 മണിയാകുമ്പോൾ കാലിക്കറ്റ് എത്തും. ഇനിയൊന്നുമില്ല. അപ്പോൾ ഇതോടെ ഞങ്ങളുടെ രാജസ്ഥാൻ വ്ലോഗ് തീരുകയാണ്. അപ്പോൾ ടാറ്റ.